അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തമ്മിൽ കണ്ടറിയാൻ പറ്റും ഹൂ നോസ് ബെറ്റർ. ഗെയിം ചലഞ്ചാണ് വെച്ചേക്കുന്നത്. ഞാൻ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആള് ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് വെച്ചപ്പോൾ കാണിച്ചിട്ടില്ല, ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ അറിയണമല്ലോ, എങ്ങനെ അറിയോ. അപ്പോൾ ഇവിടെ ഒരു വലിയ പാത്രമൊക്കെ എടുത്തിട്ട് അതിനകത്ത് പൊടിയൊക്കെ വാരി വരുന്നുണ്ട്. തെറ്റുത്തരം പറഞ്ഞാൽ ഞാൻ പിടിച്ച് മുക്കൂന്നാണ് പറഞ്ഞേക്കണേ. അപ്പം ഞാൻ തെറ്റ് പറഞ്ഞാൽ എന്നെ നോക്കും, അവള് തെറ്റ് പറഞ്ഞാൽ ഇവളെ പിടിച്ച് നോക്കും. അപ്പോൾ കൂടുതൽ മുക്കിൽ എന്തായാലും ഞാൻ ഏറ്റവും എനിക്ക് തോന്നണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഗെയിമിൻ്റെ റൂള് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം ഗെയിമിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ടോണിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോണിയുടെ ഫേവറേറ്റ് കളർ എന്താണെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ടോണിയുടെ ഫേവറേറ്റ് കളർ അതിനകത്ത് എഴുതുക. ടോണിയുടെ തന്നെ ഫേവറേറ്റ് കളർ ഞാൻ ഇതിനകത്ത് എഴുതും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതായത് നീ ചോദിക്കുന്ന ഉത്തരത്തിന് നമ്മൾ രണ്ടുപേരും ആൻസർ എഴുതും. ഇപ്പം ഞാൻ ശരി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നീ തെറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്നെ മുക്കും. ഞാൻ തെറ്റ് എഴുതണമെങ്കിൽ എന്നെ നീ മുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതേക്കണേ ബർത്ത്ഡേ ഡേറ്റ് ആണ്. ബർത്ത്ഡേ ഡേറ്റ് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഡേറ്റ് എന്റെയാണോ? ടോണിയുടെ ബർത്ത്ഡേ ഡേറ്റ്. ഓക്കെ 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 ഓക്കെ, ഞാൻ പൊത്തി പിടിച്ച് ചെയ്തോ? മാസം കാണിച്ചു എഴുതണോ അത് മറ്റേ എഴുതണോ? ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ കാണിക്കുന്നില്ലേ? നീ കാണിച്ചോ? ഓക്കെ ഓക്കെ, ഞാൻ കാണിക്കാം. 27 ഏപ്രിൽ 1994. ഓ, അത് കറക്റ്റാ. ഞാൻ പറഞ്ഞു സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇവിടെ പോയിന്റ് എഴുതുന്നുണ്ട്. ഇത് പോയിന്റ് ചെയ്തതിന്റെ ആവശ്യമില്ല. രണ്ടുപേർക്കും 1 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. എൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്സിന്റെ സ്റ്റൈല്. അപ്പോൾ ചിലപ്പോൾ ചുരിദാറാവും, സാരിയാവും, ജീൻസ് ടോപ്പ് ആവും, എന്തുവാ. അപ്പോൾ നമുക്ക് നോക്കാം. അത്ര സിമ്പിൾ അല്ലായിരുന്നു തോന്നുന്നു, എങ്കിലും കാണിക്കട്ടെ. അപ്പൊ ഞാൻ രണ്ടുത്തരം ശരിയാക്കി കേട്ടോ. ഇതിപ്പം നിന്റെ ഇതല്ലേ, അപ്പൊ നിനക്ക് പിന്നെ പോയിന്റ് കിട്ടൂലേ? എനിക്ക് പോയിന്റ് കിട്ടും. അടുത്ത ചോദിക്കട്ടെ, മൂന്നാമത്തെ. ഫേവറേറ്റ് കാർ. ടോണിയുടെ ഫേവറേറ്റ് കാർ. അത് സുഖമായിട്ട് അറിയാം. ഞാൻ ഏത് നേരം പറഞ്ഞോണ്ടിരിക്കണയാണ്. കാർന്ന് പറയുമ്പോൾ ഏത് നേരം പറയാറുണ്ട്. അതുകൊണ്ട് വലിയ പാടൊന്നും നമ്മളെപ്പോഴും അടുത്ത മേടിക്കണ വണ്ടി പറഞ്ഞോണ്ടിരിക്കാനുണ്ട്. സുഖമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഞാൻ നോക്കട്ടെ. അത് തന്നെ താരം കണ്ടോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാ മൊത്തം അവക്കിട്ടോ. എനിക്ക് എന്നോട് ചോദിക്കുന്നത് പാടുള്ളൂ. പാടൊന്നുമില്ല കേട്ടോ, അറിയാൻ പാടില്ല. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഫിലിം കണ്ടിട്ട് പെട്ടെന്ന് കരയുന്ന ആള്, അതായത് പെട്ടെന്ന് ഇമോഷൻ ആവുന്ന ആള് ആരാണ്? നിക്കട്ടോ, ഞാൻ തന്നെ. അപ്പൊ എനിക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉത്തരം പറഞ്ഞു, എനിക്ക് അതിലും പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഈക്വൽ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ തോൽപ്പിക്കാൻ പറ്റും. നോട്ടെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചാറ്റ് ചെയ്യുമ്പോ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമോജി. ആര് യൂസ് ചെയ്യണേ? ടോണി. ഞാൻ യൂസ് ചെയ്യണം. ടോണി യൂസ് ചെയ്യുന്ന ഇമോജി. ഓക്കെ, ഞാൻ രണ്ടുമൂന്ന് യൂസ് ചെയ്യാറുണ്ടല്ലോ. എന്നാലും കൂടുതൽ യൂസ് ചെയ്യണ ഇമോജി അറിയില്ല.
കേസ് എനിക്കറിയില്ല. ഇത് കണ്ടാ എന്റെ അടുത്ത് ഇപ്പൊ മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നും അധികം ചാറ്റ് ചെയ്യാറില്ലല്ലോ, നമ്മളിപ്പോഴും കണ്ടുപിടിക്കല്ലേ. തൊട്ടടുത്ത കല്യാണത്തിന് മുമ്പൊക്കെ ആകുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമിച്ചു നടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നോക്കാം. ഞാൻ ഇപ്പൊ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതാണ് അത് തെറ്റിപ്പോയിട്ടോ. ഞാൻ ഗൂഗിൾ പോയി ഇതാദ്യം ഈ ചിഹ്നം ഞാൻ ഗൂഗിൾ പോയിട്ടാണ്. അപ്പൊ അടുത്ത ആദ്യമായിട്ട് മുക്കലിട്ടാണ് പോയത്. എനിക്ക് കിട്ടുന്ന കിട്ടി. ശരിക്കും മുങ്ങിക്കോട്ടെ. അയ്യോ കുറച്ചായിരുന്നു. പോട്ടെ. അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അടുത്ത വെച്ച് ചോദിച്ചോ, ആറാമത്തെ വെച്ചോ. ഞാനായിട്ട് മുന്നിട്ടേക്ക് നെക്സ്റ്റ് വൺ, ഒരുപാട് ആഗ്രഹിച്ചിട്ട് സാധിച്ച ഒരു കാര്യം. അതായത് നമ്മുടെ ലൈഫില്, നമ്മുടെ രണ്ടുപേരും ലൈഫില് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടന്നൊരു കാര്യം എഴുതിയോ? എന്റെ മുട്ടിയിരിക്കണം. അതൊക്കെ നോക്കണം. എന്തിനാ മാരേജ്? ഇത് പറ്റില്ല കേട്ടോ. ഇവ കോപ്പിടിക്കാന്ന് എന്നാലും എന്നെ മുക്കിയില്ലേ ചേട്ടത്തപ്പടി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കേ. ഞാൻ വിചാരിച്ചതിൽ എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് പണിയിടും. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ കണ്ടപ്പോൾ തന്നെ സിമ്പിൾ ആയിരുന്നു. രണ്ടാമത്തേലാണ് ഞാൻ കുടുങ്ങി പോയുള്ളൂ. എന്നാലും അത് ഉദ്ദേശം പോലെ വന്നു. അതെ അതെ. ഓക്കെ ഗൈസ്, ഇനി അടുത്തത്, ആരാണ് ആദ്യം അപ്പോളജൈസ് ചെയ്യുന്നത്? അതായത് സോറി പറയുന്നത് ഒരു ഫൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫൈറ്റ് ഇപ്പം ആരാണെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ തുടക്കം ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ടോണിയെ തുടക്കം ഇടണമെങ്കിൽ ആരാണ് ഫസ്റ്റ് വന്ന് അപ്പോളജൈസ്? ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഒത്തിരി കാര്യം പറയാം. ഇത് ആര് വഴക്കിട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വഴക്കിട്ടാലും ഇവള് വഴക്കിട്ട് കഴിഞ്ഞാൽ ആദ്യം സോറ് പറയണേ. ആദ്യം തന്നെ എപ്പോഴും സോറ് പറയണേ ഞാനാണ്. ഇപ്പം ഇവിടെ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് ഞാൻ വഴക്കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സോറി പറയേണ്ട, സോൾവ് ആക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കണേ. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ബാക്കി, അല്ല 3 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റ് വെക്കേഷൻ സ്പോട്ട്. അത് ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഞാൻ ചോദിക്കട്ടെ. ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോയി ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ നമ്മൾ ഫേവറേറ്റ് കൂട്ടത്തിൽ പെടുത്തുന്നത്. നമുക്ക് പോകാൻ ഇഷ്ടമുള്ള, നമ്മൾ പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലം. ഇത് ആർക്ക് പോകാനോ, എനിക്ക് പോകാനോ, നിനക്ക് രണ്ടുപേർക്കും പോകാൻ വേണ്ടിട്ട്. എനിക്കോ ഇനി പോവാണെങ്കിൽ ഒരുമിച്ച് കേട്ടല്ലോ അല്ലേ? ഇനി ഒറ്റയ്ക്ക് ഫേവറേറ്റ്, അതായത് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോവാൻ ഇനി ഇഷ്ടമുള്ള. അത് ഞാൻ പറയുന്ന സ്ഥലം തന്നെ ആയിരിക്കും മിക്കവാറും. തായ്ലാൻഡ്. ഇവന് വേറെ എന്തോ ഉദ്ദേശം പറഞ്ഞിട്ടില്ല കേട്ടോ. കല്യാണത്തിന് മുമ്പ് തൊട്ടേ ഞാൻ പറയണേ നമുക്ക് മാലദ്വീപ്സോ അതേട്ടോ. എന്റെ ആദ്യത്തെ മുക്കൽ വരുവാണ്. അതൊക്കെ അവസരത്തിന് ചെയ്തോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എവിടെയെങ്കിലും പോവാൻ ഇറങ്ങാൻ ഇരിക്കുമ്പോ ലേറ്റ് ആയിട്ട് റെഡി ആവണ ആളാരാ? സിമ്പിളാണ്, പക്ഷെ എല്ലാ വീട്ടിലും നേരെ തിരിച്ചായിരിക്കും. പക്ഷെ ഇവിടെ കുറച്ച് സമയം വേണം, 1 മണിക്കൂറെങ്കിലും വേണം ഒരുങ്ങി വരാൻ. ലാസ്റ്റ് സമയത്തായിരിക്കും പോയിരുന്ന നമ്മള്. ഇതിലാണ് ആര് ജയിക്കും ആര് തോക്കും എന്ന് പറയുന്നത്.
ഇത് മിക്കവാറും നല്ല ഷൂ സൈസ്, ടോണിയുടെ ഷൂ സൈസ്. എന്റെ ഷൂ സൈസോ അതെനിക്കറിയാലോ. എനിക്കറിയാതെ നീ എഴുതാ. അല്ലെങ്കിൽ വേണ്ട, ഇത്രയും നേരം ടോണി 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 എന്നില്ലാത്തത് ഇനി എന്റെ എന്റെ ഷൂ സൈസ്. അതൊക്കെ സിമ്പിള്. ഇത് കാണണ്ടേ? പറയില്ലേ ഇതിപ്പം എന്നാ നിനക്ക് ബുക്കിലിട്ടില്ല നീ രക്ഷപ്പെടും. കാണാം ആരെഴുതും. ഞാൻ എഴുതി എന്തായാലും ഞാൻ എഴുതിയിട്ടുണ്ട്. എത്ര? 6 6 5 എന്റെ സൈസ് 5. എന്റെ കുഞ്ഞു കാലാണ്. എന്റെ കാലിനകം ഇച്ചിരി കുറവുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും അയ്യോ ഞാൻ പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ്. ഞാൻ ജയിച്ചിരിക്കുന്നു. രണ്ടാമത് ഞാൻ പെട്ടു. ഇനി മുക്കണോ? അപ്പോ എന്റെ സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞു. അയ്യോ ഗൈസ്, ആദ്യം പറഞ്ഞോണം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മുക്കൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇതല്ല വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കളിയിൽ തോക്കണ ആള് വീട് മൊത്തം ക്ലീൻ ചെയ്തിരുന്നത്. അത് ഇനി എന്റെ തലയിലായി. അപ്പൊ ഓക്കെ ഗൈസ്, എനിക്ക് എന്തായാലും നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മൊത്തം സിമ്പിൾ ആയിട്ടുള്ള അവളോട് ചോദിച്ചു, പാടുള്ള ചോദിച്ചു. അതാണ് എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അറിയാവുന്ന ഗൈസ്, ഞാൻ ചോദിച്ച എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അത് ടോണിനെ പറ്റി തന്നെയാണ് കൂടുതൽ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ളത് 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാം ടോണിനെ പറ്റിയായിരുന്നു. ലാസ്റ്റത്തെ ഇത് മാത്രമാണ് പിന്നെ എന്നെ പറ്റിയും ഒക്കെ ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഇനി ഞങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് കാണാൻ അതിന്. പിന്നെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ബൈ.